Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ അതാ കമൻറ്റ് ചെയ്യുക, പിന്നെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറയാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കാം. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ ഷിയോമിൻ്റെ 17T സീരീസ് ജൂൺ 4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 17Tയും 17T Pro എന്ന് പറയുന്ന മോഡലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്പെക്കും കാര്യങ്ങളും ഞാൻ മുന്നത്തെ ഒരു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ പോയിട്ട് കാണാം. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അടിപൊളി ഫോണാണ്. 17Tയിലേക്ക് വരുമ്പോൾ ഇത് ഡിമെൻസിറ്റിൻ്റെ 8500 അൾട്ര എന്ന് പറയുന്ന ചിപ്സെറ്റും 17T Proയിലേക്ക് വരുമ്പോൾ ഡിമെൻസിറ്റിൻ്റെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലുകളിലും മുന്നേ ഉള്ള വീഡിയോകളിൽ പറ്റി നിങ്ങൾ കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോൺ. രണ്ടും ലൈക്ക സീരീസ് വെച്ചിട്ട് ഇറങ്ങുന്ന 5x ഒപ്റ്റിക്കൽ സൂം ഇറങ്ങുന്ന രണ്ട് ഫോണുകളാണ് ജൂൺ 4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ലൈക്ക് ചെയ്യാം. അടുത്ത ന്യൂസ് അപ്ഡേറ്റ് നമുക്ക് പറയാനുള്ളത് യുഗ്രീൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. യുഗ്രീൻ ഒരു 45 വാട്ട്സിൻ്റെ GaN ടെക്നോളജി ചാർജർ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. GaN ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫാസ്റ്റസ്റ്റ് ചാർജറും കൂടിയാണ്. അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ഡിവൈസാണോ നിങ്ങൾ ചാർജ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ആളാണ് ചാർജർ. 45 വാട്ട്സ്. ഈ ഒരു ചാർജറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിസ്പ്ലേ വരെ വരുന്നുണ്ട് എന്നാണ് പറയണത്. ഡിസ്പ്ലേൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് ഇമോജി ആഡ് ചെയ്യാം. അതൊരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് വോൾട്ടേജ് കാണാൻ പറ്റും. എത്ര വോൾട്ടേജാണ് ഈ ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കാണിക്കും. പിന്നെ ചാർജിൻ്റെ പ്രോട്ടോകോൾസ് കാണിക്കും. പിന്നെ ചാർജിങ്ങിൻ്റെ ഔട്ട്പുട്ട് കാണിക്കും. പിന്നെ ഏത് ഡിവൈസാണോ നിങ്ങൾ ചാർജ് ചെയ്യുന്നത് അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി ഐഫോണിൻ്റെ സീരീസുകളിൽ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ iPhone 17 Pro Max ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാർജർ വെച്ച് കുത്തി കഴിഞ്ഞാൽ അവിടെയും കാണിക്കും ഇത് iPhone 17 Pro Max ആണെന്ന് കാണിക്കും. 16 Pro Max കാണിക്കും. 15 Pro Max കാണിക്കും എന്നാണ് പറയണത്. ചില ഡിവൈസുകൾ അവർ കാണിക്കും എന്നാണ് പറയണത്. ചില ഡിവൈസുകൾ അവർ കാണിക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ചാർജറും കൂടെയാണ് ഈ 45 വാട്ട്സിൻ്റെ യുഗ്രീൻ്റെ ഈ ചാർജർ. അതും കമ്മിങ് വിത്ത് ഡിസ്പ്ലേ. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഇത് യുവാനിലാണ് വരുന്നത്. മെയ് 26 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. ആ പ്രൈസും കാര്യങ്ങളും ഞാൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് നമ്മുടെ സ്പോട്ടിഫൈയിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ അത് മാത്രമല്ല നമ്മളെ പേഴ്സണൽ പോഡ്കാസ്റ്റിൽ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ടെക്സ്റ്റ് PDF അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ആഡ് ചെയ്യാം. പിന്നെ അത് പോരാണ്ട് തന്നെ നമുക്ക് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വോയിസ് മോഡുലേഷനുള്ള പോഡ്കാസ്റ്റ് വരെ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ സ്പോട്ടിഫൈൻ്റെ പുതിയ അപ്ഡേറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഒന്നിനെ ഡയറക്റ്റ്ലി പേഴ്സണലായിട്ട് DM ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓറയുടെ റിംഗ് 5 5th ജനറേഷൻ മെയ് 28 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് കമ്മിങ് വിത്ത് ആൻ സബ്സ്ക്രിപ്ഷൻ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഡാറ്റാബേസും കാര്യങ്ങളും ഒന്നും അറിയാൻ പറ്റില്ല. ഓറ 4 എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയുള്ള ഓറ 5 ഇറങ്ങാൻ പോകുന്നത്. ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഫുൾ ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ഫുൾ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഓറ റിംഗ് 5 ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രൊഡക്റ്റ് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. പിന്നത്തെ ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. നമ്മുടെ അപ്നിയയുടെ ഫീച്ചർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റും വരാൻ പോവുകയാണ്. അത് നമ്മുടെ സീരീസ് 9 സീരീസ് വാച്ചുകൾ, സീരീസ് 10 വാച്ചുകൾ, സീരീസ് 11 വാച്ചുകളിൽ ഈ അപ്നിയ ഫീച്ചർ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ സീരീസ് 2 അൾട്ര, സീരീസ് 3 അൾട്രകളിലും ഈ അപ്നിയയുടെ അപ്ഡേറ്റ്
വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആപ്പിളിൻ്റെ എയർപോഡ്സ് Pro 2 Pro 3 ജനറേഷൻ ഉണ്ടെങ്കിലും അപ്നിയുടെ ഫീച്ചർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ എയർപോഡ്സ് Pro 2 Pro 3 യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ കൂർക്കം വലി എങ്ങനെയുണ്ട് എന്ന് അറിയണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഹെഡ്സെറ്റ് ഇട്ട് കടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും അറിയാൻ പറ്റും. നമ്മളെ കൂർക്കം വലിക്ക് നമ്മുടെ ഉറങ്ങണ സമയത്ത് നമ്മുടെ ശ്വാസത്തിന് എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വോയിസ് റെക്കോർഡും ചെയ്യാൻ പറ്റും. ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. അത് ആപ്പിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മൾ ഉറങ്ങുന്ന മിസ്റ്റേക്ക്. അതിനനുസരിച്ച് നമുക്ക് നേരെ പോയിട്ട് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാം. അതിനെന്താണ് പരിഹാരം ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് നാട്ടിലുള്ള ആൾക്കാർ ശ്രദ്ധിച്ച് കേൾക്കണം. നാട്ടിലുള്ള ആൾക്കാർ അവരുടെ കയ്യിൽ ഈ പറഞ്ഞ ഡിവൈസുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടും. ഇപ്പോൾ എൻ്റെ ഉറക്കത്തിലൊക്കെ ശരിക്കും പ്രശ്നങ്ങളുണ്ട്. കാരണം തടി കൂടിയതുകൊണ്ട് എനിക്ക് തന്നെ പേടിയാണ്. കൂർക്കം വലി ആണ് എൻ്റെ സത്യാവസ്ഥ. പറയണമല്ലോ, ഞാൻ നേരെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം അമ്മാതിരി കൂർക്കം വലിയ വലിക്കുക. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഇടത്തോട്ട് കിടക്കും, അല്ലെങ്കിൽ വലത്തോട്ട് കിടക്കും. അങ്ങനെ ഞാൻ കിടക്കാറ്. എനിക്ക് നേരെ കിടക്കാനൊരു തീരെ ഇഷ്ടമല്ലാത്തൊരവസ്ഥയായി. തടി കുറക്കണം, അത് വേറെ കാര്യം. പക്ഷെ അപ്ഡേറ്റ് നിങ്ങളെ മുന്നിൽ പറഞ്ഞേ പറ്റൂ. തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് ഇവിടെയും വരും. UI വെർഷനിൽ പിന്നെ റോൾ ഔട്ട് ആവും. അപ്പോൾ നിങ്ങളെ കയ്യിൽ വേണ്ടത് Series 9 വാച്ച്, Series 10 വാച്ച്, Series 11 വാച്ച്. ഇനി അൾട്രാ സീരീസിൽ വരുമ്പോൾ Ultra 2 സീരീസും Ultra 3 സീരീസും എയർപോഡ്സ് Pro 2 Pro 3ലും ഈ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അതും എയർടെലിൻ്റെ സൈഡിൽ നിന്നാണ്. എയർടെൽ ഒരു പ്രയോറിറ്റി സിം കാർഡ് ഇറക്കാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രയോറിറ്റി സിം കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് സിം കാർഡാണ്. ആ പോസ്റ്റ് പെയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ സ്പീഡായിട്ടുള്ള ഡാറ്റ ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടുമെന്നാണ് പറയണത്. പ്രീപെയ്ഡ് യൂസേഴ്സിന് സ്പീഡ് കുറക്കും എന്നാണ് പറയണത്. ഇറ്റ്സ് എ ബിസിനസ് മാസ്റ്റർ പ്ലാൻ ഫ്രം എയർടെൽ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൗഡ് ഏരിയകളിൽ നമ്മൾ ഈവൻസിലോ അല്ലെങ്കിൽ ട്രാഫിക്കുകളിലോ പോകുമ്പോൾ നമ്മൾ ഈ ബിസിനസ് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ട്രാഫിക്കിൻ്റെ ഇടയിൽ നമ്മൾ ഡാറ്റ ചെയ്യും. ഡാറ്റ ട്രാൻസ്ഫറിങ്ങോ അല്ലെങ്കിലോ മറ്റേ PDF എന്തെങ്കിലുമൊക്കെ അയക്കും. ഓഫീസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനവർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് യവന്മാർ ചെയ്യുന്നതാണ് കസ്റ്റമേഴ്സിനെ കൊണ്ട് ഒരു പോസ്റ്റ് പെയ്ഡ് പ്ലാനിലേക്ക് മാറ്റണത്. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് പ്ലാനിലേക്ക് മാറ്റുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് പെയ്ഡ് പ്ലാനിൻ്റെ ഡാറ്റയുടെ സ്പീഡ് കൂടുകയും ചെയ്യും, പ്രീപെയ്ഡ് സിം കാർഡിൻ്റെ ഡാറ്റയുടെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടുള്ള ഒരു ഗെയിമാണിപ്പോൾ എയർടെൽ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രയോറിറ്റി സിം കാർഡ് എടുക്കില്ല. കാരണം ഞാൻ നാട്ടിലില്ല, എനിക്ക് അധികം കോഴ്സുകളും വരില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രീപെയ്ഡ് സിം കാർഡാണ്. പോസ്റ്റ് പെയ്ഡ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നാട്ടിൽ സ്ഥിരമായിട്ട് വലിയ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഈ സിം കാർഡ്. ഏത്? ഈ പ്രയോറിറ്റി സിം കാർഡ്. എനിക്ക് പ്രയോറിറ്റി സിം കാർഡിൻ്റെ താല്പര്യം എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ പറയാനുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ തല്ലി പൊളിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DJI കാനഡയിൽ ഒരു പുതിയൊരു റൂളുമായിട്ട് വന്നിട്ടുണ്ട്. ബാനുണ്ട്, പക്ഷേ നോർമൽ യൂസേഴ്സിനല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റത്തെ കാര്യം ഞാൻ ലാസ്റ്റിൽ പറയാം, എന്താണ് അവിടെ ഒരു സസ്പെൻസ് വരാൻ പോകുന്നത്. DJI പ്രോഡക്ട്സുകൾ, അതായത് DJI ഡ്രോൺസുകൾ ഇനി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാനും പറ്റും. അവിടെയുള്ള റെസിഡൻസ് ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് സെക്ടേഴ്സിലുള്ള ആൾക്കാർക്ക് ഡ്രോൺസ് യൂസ് ചെയ്യാൻ പാടില്ല. പോലീസ് സ്റ്റേഷന് ഗവൺമെൻറ് സെക്ടറായിട്ടുള്ള ഒഫീഷ്യൽ ഹയർക്കി
ഗവൺമെൻറ് സെക്ടേഴ്സിന് പോലും അവിടെ ഡ്രോൺസ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് രമണികളെ സെക്യൂരിറ്റി റീസൺസ് കാരണത്താൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രോണുകൾക്കും പുതിയ മേടിക്കാൻ പോകുന്ന ഡ്രോണുകൾക്കും ഒരു കസ്റ്റമർ സർവീസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും അവിടെ നിർബന്ധമായിട്ടുണ്ടാവും. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് നിങ്ങൾ എടുക്കാം. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് അവിടെ ഡ്രോൺസ് യൂസ് ചെയ്യാം. പക്ഷെ ഒഫീഷ്യൽ ഗവൺമെൻറ് സെക്ടേഴ്സിലുള്ള ആൾക്കാർക്ക് ഡ്രോൺസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു പെരുന്നാൾ ആശംസകൾ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയാണ്, എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.